ആണ് അവർക്കൊരു ജോലി ഇതുവരെ കിട്ടിയില്ല, അവർക്ക് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയില്ല, അവർക്കൊരു സംരംഭം തുടങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ പരാതി പറയുന്ന അനവധി ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. മിക്കവാറും ഒരു 80% ആൾക്കാരും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു സംരംഭം, ഒരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ഒരു പ്രസ്ഥാനം, ഇതൊക്കെ തുടങ്ങാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇതിനൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഇതെവിടെയാണ് ഇതിൻ്റെ ഉത്ഭവം? തുടങ്ങാതിരിക്കാൻ ആര് നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു? ഉത്തരം അന്വേഷിച്ച് ചെന്നാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ കയ്യെ നിങ്ങൾ തന്നെ നിങ്ങളുടെ നേരെ തന്നെ ചൂണ്ടുന്നതാണ്. ഇതിനെല്ലാം ഉത്തരവാദി യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. പക്ഷേ എത്ര പേർക്ക് അങ്ങനെ നമ്മൾ തന്നെയാണെന്ന് പറയാൻ ഇഷ്ടപ്പെടും? മിക്കവാറും ഉള്ളവരൊന്നും നമ്മുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. മറ്റുള്ളവരുടെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമായിരിക്കും. എന്താണ് കാരണം? നമ്മുടെ ബ്രെയിനിൽ അങ്ങനെയാണ് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. മറ്റൊരു ആളിൽ കുറ്റം ആരോപിച്ച് നമ്മൾ രക്ഷപ്പെടുക, ഇതാണ് നമ്മുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, മറ്റുള്ളവർക്കാണ് കുഴപ്പം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ സംഭവിച്ചത്. ശരിയായിട്ടൊന്ന് വിലയിരുത്തിയാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വലിയ ഒരു കോമൺ സെൻസ് മതി, വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. നമ്മൾ ശരിയായിട്ടൊന്ന് വിലയിരുത്തിയാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാതെ വന്നതിൻ്റെ മെയിൻ അല്ലെ പ്രധാന ഉത്തരവാദി നമ്മൾ തന്നെയാണ്. പക്ഷേ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ബ്രെയിനിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുമില്ല. നമ്മൾ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നമ്മുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ ബ്രെയിനിൽ ഇത് കുറേ കൂടി ശ്രദ്ധിക്കണമായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അതിനൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു വ്യത്യാസം നടക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ തന്നെയാണെന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഈ മൊബൈൽ ഫോണിലേക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെയായ ഒരുപാട് വീഡിയോ ആയാലും പോസ്റ്റുകളായാലും വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നമ്മൾ ശേഖരിച്ച് വെക്കുക. ശേഖരിച്ച് വെച്ചിട്ട് ഇതെല്ലാം ഒരു ദിവസം സമാധാനമായിട്ടിരുന്ന് കാണാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം അത് വരുന്നതനുസരിച്ച് അത് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഹാങ് ആകും. ഇതെല്ലാം കൂടെ കയറി നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ അത് മൊബൈലിൽ തന്നെ എഴുതി കാണിക്കും. അത് ഹാങ് ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത്. ഇത് തന്നെയാണ്. നമ്മുടെ തലയിലേക്ക് ഇഷ്ടംപോലെ സംഗതികൾ പ്രപഞ്ചത്തിൽ നിന്ന്, മറ്റ് ചുറ്റുപാടുകളിൽ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് നമ്മളിതെല്ലാം പഠിച്ചിട്ട് ഓരോന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ നടക്കുന്ന പരിപാടിയേ അല്ല. അതാദ്യമേ മനസ്സിലാക്കുക. അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അതിൽ ആവശ്യമുള്ളത് എടുക്കുകയും ആവശ്യമില്ലാത്തത് കളയുകയും വേണം. നമുക്ക് മൊബൈലിൽ ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാം, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഡിലീറ്റ് ചെയ്യാം. പക്ഷേ തലച്ചോറിൽ കയറുന്ന, ബ്രെയിനിൽ കയറുന്ന കാര്യങ്ങൾ അങ്ങനെ എളുപ്പം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ മനസ്സിലാക്കിയതും വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയതും, ഏതാണ്ട് ഇതിൽ പറയുന്നത് കോടി വർഷങ്ങൾക്ക് മുമ്പേ മനസ്സിലാക്കിയ കാര്യങ്ങളും പരിണാമം ഇങ്ങനെ സംഭവിച്ച് വരുമ്പം ബ്രെയിനിൽ അത് കുറേശ്ശെയായിട്ട് ഉണ്ട്. അന്നേ ഉള്ള ബ്രെയിനിലെ വ്യത്യാസം സംഭവിച്ചതാണ് നമ്മുടെ ഈ ബ്രെയിൻ. അപ്പോൾ നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഭയപ്പെട്ട് ജീവിക്കേണ്ടി വന്നു. ആ കാലഘട്ടം മാറി. ഇപ്പം നമുക്ക് അത്രയും ഭയത്തിൽ ജീവിക്കേണ്ട കാര്യങ്ങളില്ല. അവരെ ആഹാരത്തിനും ഷെൽട്ടർ, അഭയത്തിനും വേണ്ടിയിട്ട് നല്ലവണ്ണം ഭയപ്പെട്ട് ജീവിച്ച കാലഘട്ടം അല്ല ഇത്. അതുകൊണ്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഭയം മുന്നിൽ നിൽക്കും. ആ ഭയം കൊണ്ട് പലരും ഒന്നും ചെയ്യുന്നില്ല. ചെറിയ ഭയമൊന്നുമല്ല, ചിലർക്ക് വലിയ ഭയമാണ്. അവരൊന്ന് പരിശ്രമിക്കാൻ പോലും തയ്യാറാവുന്നില്ല. ചിലർക്ക് ചെറിയ തരത്തിൽ ആ ഭയത്തെ കൺട്രോൾ ചെയ്ത് ചെറിയ രീതിയിൽ ഭയം ഉണ്ടാകും. എന്തായാലും ഭയം എന്ന് പറയുന്നത് ഏത് പുതിയ കാര്യം ചെയ്താലും ഭയം മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ ആ പ്രവർത്തനശേഷി കുറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ ഈ പ്രവർത്തനശേഷിയെ നല്ല രീതിയിലാക്കുന്നതിന് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത് ഭയത്തെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഭയത്തെ നമ്മൾ അവഗണിച്ചിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല. ഭയം മഹാന്മാരായിട്ട് തീർന്നിട്ടുള്ളവരും
ഉന്നത ലെവലിൽ എത്തിച്ചേർന്നവരൊക്കെ അവർ ഭയത്തെ അതിജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഭയത്തെ നമ്മൾ ഒഴിവാക്കി പോകാനെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഭയത്തിൽ കൂടി നമ്മൾ കുറേശ്ശെ അതിനെ അതിജീവിച്ചിട്ട് നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതിനെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൂടി നേടാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഭയത്തെ ഒഴിവാക്കാൻ അല്ല, ഭയത്തെ അഡ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഭയം വരും, അത് നമ്മുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. അപ്പം നമുക്കിവിടെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പലരും അവർക്ക് ജോലിയില്ല, അവർക്ക് ഒന്നും തുടങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് പ്രധാനമായും ഭയം കൊണ്ട് തന്നെയാണ്. ഈ ഭയത്തെ അതിജീവിക്കാൻ നമ്മൾക്ക് അനവധി അവസരങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ചെറുപ്പത്തിലെ തൊട്ട് എന്തുമാത്രം അവസരങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ അവസരങ്ങളൊന്നും നമുക്കുള്ളതല്ല എന്ന് നമ്മളുടെ ബ്രെയിൻ കണക്ക് കൂട്ടും. അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് അതിനെയെല്ലാം തിരസ്കരിക്കുന്നു. നമ്മളതിനെയെല്ലാം പറഞ്ഞു വിടും. അതിനെയൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. ഈ ഓരോ അവസരം വരുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, പല പല അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആ അവസരങ്ങളൊന്നും നമുക്കുള്ളതല്ല, ഇത് മറ്റാർക്കോ വേണ്ടിയിട്ടുള്ള അവസരമാണ്. ഓരോന്ന് വരുമ്പോഴും നമ്മുടെ അവസരം നിഷേധിക്കുന്നു. ആര്? നമ്മുടെ ബ്രെയിൻ തന്നെ. എന്തിനു വേണ്ടിയിട്ട്? നമ്മളെ നന്നാക്കുന്നതിനാണോ അതോ മോശമാക്കുന്നതിനാണോ? അപ്പോൾ നമ്മളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ നന്നാക്കുന്നതിനാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവസരത്തിൽ ചാടി പിടിക്കും. നമുക്കങ്ങനെ സാധിച്ചിട്ടില്ല എങ്കിൽ അതിനർത്ഥം നമ്മൾ അവസരത്തെ എല്ലാം നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ മാത്രമേ ആ അവസരം ഒരു ടൈപ്പിലുള്ള അവസരം ഒരിക്കൽ മാത്രമേ ജീവിതത്തിൽ വരാറുള്ളൂ. അതിൻ്റെ വേറെ രൂപങ്ങൾ വരാം. ആ അവസരങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? നമ്മൾ തന്നെയാണ് ഉത്തരവാദി. അപ്പോൾ നമ്മൾ കാണുന്ന നല്ല അവസരങ്ങൾ, നമ്മൾ മനസ്സിൽ കാണുന്ന നമ്മൾ ജോലികൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യവസായമോ വ്യാപാരമോ സംരംഭമോ എന്തുമായിക്കോട്ടെ, നമ്മളതിൽ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ എടുക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് മഹാന്മാരിൽ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെയും മറ്റും പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് മുൻപിൽ വരുന്ന അവസരങ്ങളെല്ലാം അവർ ധൈര്യമായിട്ട് എടുത്തിട്ടുള്ളവയാണ്. ആ അവസരങ്ങളിൽ അവർ പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി, പുതിയ പുതിയ ബിസിനസ്സുകൾ കണ്ടെത്തി, അങ്ങനെ മുമ്പോട്ട് പോയി. ഉദാഹരണത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാർട്ടർ സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നു. അതായത് സാധനങ്ങളെല്ലാം ഒരു വിപണിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുവരിക, അവിടെ അവരവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക. അങ്ങനെ ജീവിതത്തിൻ്റെ നമുക്ക് ആഹാര സാധനങ്ങളായാലും ഒക്കെ കൈമാറി ജീവിക്കാൻ സാധിച്ചു. അതിനുശേഷം അത് പൈസയിലേക്ക് മാറി. സാധനങ്ങൾക്ക് പകരം കോയിൻ, പൈസ എന്നുള്ള രീതിയിലേക്ക് മാറി. നമുക്കപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ കിട്ടും. അതിനുശേഷം ഷോപ്പുകൾ വന്നു. ഷോപ്പുകൾക്ക് ശേഷം സൂപ്പർ മാർക്കറ്റുകൾക്ക് ശേഷം മാളുകൾ, അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് മാളുകൾ, ഇങ്ങനെ പോകുന്നു. അപ്പോൾ അതങ്ങനെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സ്ഥലങ്ങൾ ആയി. ഇപ്പോൾ അത് ചെന്നെത്തി നിൽക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ മൊബൈൽ ഫോണുകൾ, ചെറിയ തരത്തിലുള്ള മൊബൈൽ ഫോണുകൾ, നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തക്ക രീതിയിലുള്ള ചെറിയ മൊബൈൽ, അതിനകത്ത് നമുക്ക് കാൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ വീഡിയോ ഒന്നും വലുതായിട്ട് കാണാൻ സാധിക്കത്തില്ല, വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറി പുതിയ രീതി വന്നു കഴിഞ്ഞപ്പം നല്ല സ്മാർട്ട് ഫോണുകൾ വന്നു. അങ്ങനെ നമുക്ക് കാൾ ചെയ്യാനും വീഡിയോ കാണാനും എല്ലാവിധ സൗകര്യങ്ങളും ഉൾപ്പെടുന്ന മൊബൈൽ ഫോണുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പഴയ രീതിയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, പഴയ രീതിയിൽ അതേ രീതിയിൽ തുടരുന്നവർക്ക് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നും. ആ തോന്നുന്നതിൻ്റെ കാര്യം അവർ അതിനനുസരിച്ച് ഉയരാത്തതാണ്. നമ്മൾ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിനനുസരിച്ച് ഉയരുന്നില്ലെങ്കിൽ നമ്മൾ പിന്തള്ളപ്പെടും. നമുക്ക് വേണ്ടിയിട്ട് ആരും നിൽക്കത്തില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബസ്, അത് സ്റ്റാൻഡിൽ നിന്നെടുത്ത് അത് ഓടിക്കുക. ചിലപ്പോൾ ഓടിക്കുമ്പോൾ അതിനകത്തിൽ ഡ്രൈവറും കണ്ടക്ടറും മാത്രമേ ആ സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ കാണത്തുള്ളൂ. അതങ്ങോട്ട് കഴിയുമ്പോൾ ആൾക്കാർ കയറുന്നതനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പുകളിലെല്ലാം ആൾക്കാർ കയറും. അങ്ങനെ അവർ മുമ്പോട്ട് ഓടിച്ചു പോകണം. അപ്പോൾ ആ സമയമനുസരിച്ച് നമ്മൾ ലൈൻ ബസ് കയറാൻ ചെന്ന് നിൽക്കണം. അല്ലാതെ നമ്മുടെ സമയത്തിനനുസരിച്ച് ലൈൻ ബസ് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കാലഘട്ടം മാറുന്നതനുസരിച്ച്
നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം, നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പലരും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർ കാലം മാറുന്നതനുസരിച്ച് മാറാൻ തയ്യാറല്ല. അവരൊരിടത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണ്. ആ പഴയ കാലഘട്ടത്തിലേക്ക് തന്നെ പോകാൻ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ കാലത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ബുദ്ധിമുട്ടില്ല. ഉദാഹരണത്തിന് ചെറിയ ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്ക് വരുമ്പോൾ മാറുന്നവർക്ക് അവർക്ക് പുതിയ ഫീച്ചേഴ്സൊക്കെ അതിൻ്റെ അനുഭവിക്കാൻ പറ്റും. അവർക്ക് എല്ലാവിധ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുമ്പോട്ടുള്ള ഓരോ സ്റ്റെപ്പും ഇനിയും എടുക്കാൻ.